എല്ലാ പ്രിയപ്പെട്ടവർക്കും പുസ്തക പരിചയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ സുരേന്ദ്രൻ പുത്തഞ്ചേരി. നരേന്ദ്രഭൂഷൻ്റെ പുനരാഖ്യാനത്തിൽ പിറന്നു വീണ ഹിതോപദേശ കഥകൾ ശ്രദ്ധിക്കാം. ഇന്നലെ നാം ശ്രവിച്ച കഥയുടെ ബാക്കി ഭാഗം. ലഘുപതനകൻ: ഇതെല്ലാം ശരിയാണ്, എന്നാലും നിന്നോട് കൂട്ടുകൂടാതിരിക്കാൻ എനിക്കാവുകയില്ല. അതിന് കഴിയുന്നില്ലെങ്കിൽ ഞാൻ നിൻ്റെ വീട്ടുവാതിൽക്കൽ പട്ടിണി കിടന്ന് ചാകും. മൺകുടം പോലെയാണ് ദുർജനങ്ങളുമായുള്ള കൂട്ടുകെട്ട്. വേഗം പൊട്ടിപ്പോകും. പൊട്ടിയാൽ പിന്നെ കൂട്ടിച്ചേർക്കാൻ കഴിയില്ല. നല്ലവരുമായുള്ള മിത്രത സ്വർണ്ണക്കുടം പോലെയാണ്. പൊട്ടി വേർപെടുകയില്ല. പൊട്ടിയകന്നാലും പ്രയാസമില്ലാതെ വിളക്കി ചേർക്കാം. ഉരുകിയ ലോഹം ലോഹത്തോട് മാത്രമേ ചേരൂ. പക്ഷിമൃഗങ്ങളുടെ ചങ്ങാത്തത്തിന് എന്തെങ്കിലും നിമിത്തം മതി: ഭയം, ലോഭം എന്നിവ. അവ നിമിത്തമുണ്ടാകുന്ന ചങ്ങാത്തം മൂഢന്മാർ തമ്മിലായിരിക്കും ഉണ്ടാവുക. ശ്രേഷ്ഠർ കണ്ട മാത്രയിൽ ചങ്ങാതികളായി പോകും. തേങ്ങയ്ക്കുള്ളിലാണ് കാമ്പ്, ഈന്തപ്പഴത്തിന് പുറത്തും. നല്ലവരുടെ രൂപവും ഇതുപോലെയാണ്. അകമേ നല്ലതായിരിക്കും, പുറമോടി ദുർജനങ്ങൾക്കായിരിക്കും. നല്ലവരോടുള്ള ബന്ധം അറ്റുപോയാലും അവർ വിക്രിയയൊന്നും കാട്ടുകയില്ല. താമരക്കിഴങ്ങ് മുറിഞ്ഞാലും അതിനെ നൂല് വേർപെടുകയില്ലല്ലോ. മനഃശുദ്ധി, ത്യാഗശീലം, ശൗര്യം, സുഖദുഃഖങ്ങളെ സമാനമായി കാണുക, ദാക്ഷിണ്യം, അനുരക്തി, സത്യസന്ധത എന്നിവയാണ് സുഹൃത്തിനു വേണ്ട ഗുണങ്ങൾ. ഇതെല്ലാം തികഞ്ഞ നിന്നെപ്പോലെ വേറൊരു മിത്രത്തെ എവിടെ കിട്ടാനാണ്? ലഘുപതനകൻ്റെ വാക്കുകൾ കേട്ട് ഹിരണ്യകൻ മാളത്തിന് പുറത്തു വന്ന് പറഞ്ഞു: നിന്റെ വചനാമൃത പദത്താൽ ഞാൻ സന്തുഷ്ടനായി. അത്യുഷ്ണത്താൽ കഷ്ടപ്പെടുന്നവന് ശീതളപാനീയവും ചന്ദനലേപനവും നൽകുന്ന ആശ്വാസത്തിന് സമാനമാണ് പുണ്യാത്മാക്കളുടെ യുക്തിയുക്തമായ സംഭാഷണം. ദുഃഖിതന് നൽകുന്ന സുഖം രഹസ്യം വെളിവാക്കുക, യാചിക്കുക, നിഷ്ഠൂരത, ചീത്ത ചാഞ്ചല്യം, ക്രോധം, നുണപറച്ചിൽ, ചൂതുകളി എന്നിവ മിത്രങ്ങളുടെ ദൂഷ്യങ്ങളാണ്. ചാതുര്യം, സത്യവാദിത്വം, കഥകളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുക, വിരളാതിരിക്കുക, ചാബല്യം കാട്ടുക, നമ്രത, ധൈര്യം എന്നിവ ഗുണങ്ങളും. ചിത്തശുദ്ധിയുള്ളവനോട് കൂട്ടുകെട്ടുന്നത് വേറെയാണ്. ശാഠ്യം കൊണ്ട് കെട്ട മനസ്സുള്ളവൻ്റെ വാക്കുകൾ കേൾക്കുന്നത് വേറെ. ദുഷ്ടൻ്റെ മനസ്സിലൊന്ന്, പ്രവൃത്തിയിൽ വേറൊന്ന്. മഹാത്മാക്കളുടെ മനസ്സിലും വാക്കിലൊന്ന്, പ്രവൃത്തിയിലും വ്യത്യാസമുണ്ടാവുകയില്ല. അതുകൊണ്ട് അങ്ങയുടെ അഭിമതം നടക്കട്ടെ. ഹിരണ്യകൻ കാക്കയെ ക്ഷണിച്ച് നല്ല ഭക്ഷണം കൊടുത്ത് സന്തോഷിപ്പിച്ചു. അന്യോന്യം യാത്ര പറഞ്ഞ് ഇരുവരും പിരിഞ്ഞു. അവരുടെ മൈത്രി ഇങ്ങനെ കുറേ കാലം തുടർന്നു. ഒരു ദിവസം ലഘുപതനകൻ ഹിരണ്യകനോട് പറഞ്ഞു: എടോ, ഇവിടെ ആഹാരം കിട്ടാൻ വലിയ പാടല്ലേ? ഇവിടം വിട്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും പോയാലോ? അപ്പോൾ ഹീര പറഞ്ഞു: എങ്ങോട്ട് പോകാനാണ് സ്നേഹിത? സ്ഥാനഭ്രഷ്ടമായ പല്ലും മുടിയും നഖവും മനുഷ്യനും ഒരുപോലെയാണ്. എങ്ങും അവയ്ക്ക് സ്ഥാനം കിട്ടുകയില്ല. അതുകൊണ്ട് ബുദ്ധിമാൻ സ്വന്തം ഇടം വെടിയരുത്. ഭീരുക്കളെ ഇങ്ങനെ പറയൂ: സിംഹങ്ങൾ, ശ്രേഷ്ഠ പുരുഷന്മാർ, ആന എന്നിവർ ഒരിടത്ത് തന്നെ ചടഞ്ഞുകൂടി കളയും. സ്വദേശത്തായാലും വിദേശത്തായാലും മനഃശക്തിയുള്ള വീരൻ കയ്യൂക്കുകൊണ്ട് അവിടെ കൈയടക്കും. ദംഷ്ട്രയും നഖവും ശക്തമായ വാലുമുള്ള സിംഹം ഏത് കാട്ടിലും കടന്ന് ആനയുടെ മസ്തകം അടിച്ചു പൊളിച്ച് ആ രക്തം കൊണ്ടല്ലേ ദാഹം ശമിപ്പിക്കുന്നത്. ബുദ്ധിമാൻ ഒരു കാലുറപ്പിച്ച് മറ്റേ കാലുകൊണ്ട് നടക്കും. സുരക്ഷിതമായൊരു സ്ഥാനം കിട്ടുന്നത് വരെ മാത്രമേ ആദ്യത്തെ സ്ഥാനത്ത് കഴിയൂ. സ്നേഹിത, അങ്ങനെയൊരു സ്ഥാനം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഹിരണ്യകൻ ചോദിച്ചു: എവിടെയാണ്? ദണ്ഡകാരണ്യത്തിൽ കർപ്പൂര ഗൗരമെന്നൊരു തടാകമുണ്ട് അവിടെ. വളരെ കാലമായി എൻ്റെ സുഹൃത്ത് മന്ധരൻ എന്ന ഒരു ആമ അവിടെ പാർക്കുന്നു. വലിയ ധാർമ്മികനാണ്. അന്യനെ ഉപദേശിക്കാൻ എല്ലാവർക്കും വലിയ പാണ്ഡിത്യമുണ്ട്. സ്വയം ധർമ്മമനുഷ്ഠിക്കാൻ അപൂർവം ചില മഹാത്മാക്കളെ ഉണ്ടാവുകയുള്ളൂ. ഒന്നാം തരം ആഹാരം തന്ന് മന്ധരൻ എന്നെ പരിപാലിച്ചു കൊള്ളും. അപ്പോൾ ഹിരണ്യകൻ പറഞ്ഞു: അപ്പോൾ ഇവിടെ പാർത്ത് ഞാനെന്ത് ചെയ്യാനാണ്? സാമാന്യതയോ ജോലിയോ ബന്ധുത്വമോ വിദ്യാഭ്യാസമോ ഇല്ലാത്തിടത്ത് ഈ പ്രദേശം വെടിയണം. ധനികൻ, വേദജ്ഞൻ, രാജാവ്, നദി, വൈദ്യൻ എന്നീ അഞ്ചുമില്ലാത്ത ദേശത്ത് ഒരു നാൾ പോലും തങ്ങിക്കൂടാ. മനുഷ്യരുടെ പോക്കും വരവും, ഭയം, ലജ്ജ, സരളത, ദാനം എന്നീ അഞ്ചും ഇല്ലാത്തിടത്തും താമസിക്കാൻ കഴിയില്ല. അതുപോലെ സ്നേഹിത, കടം തരാൻ ആളും വൈദ്യനും വിദ്വാനും ഒഴുകുന്ന പുഴയും ഇല്ലാത്ത പ്രദേശത്തും പാർക്കരുത്. അതുകൊണ്ട് എന്നെയും അങ്ങോട്ട് കൊണ്ടുപോകൂ നീ. ശരി, നീയും വന്നോളൂ. കാക്ക എലിയോട് കഥകൾ പറഞ്ഞതും പാടിയും പറഞ്ഞുമൊക്കെ സുഖമായി യാത്ര ചെയ്ത് തടാകത്തിൽ എത്തി. ഇരുവരെയും ദൂരെ നിന്നേ കണ്ട മന്ധരൻ ലഘുപതനകനും ഹിരണ്യകനും സ്വാഗതമരുളി. വേണ്ട വിധത്തിൽ അതിഥി സൽക്കാരം ചെയ്തു.
ദ്വിജന്മാർക്ക് അഗ്നിയും, എല്ലാ വർണ്ണക്കാർക്കും ബ്രാഹ്മണനും, സ്ത്രീക്ക് ഭർത്താവും, എല്ലാവർക്കും അതിഥിയും ഗുരുവുമാണ് എന്നുണ്ട്. എടോ മന്ധര, ഇദ്ദേഹത്തെ ഒട്ടും ലോപം വരാതെ സൽക്കരിക്കണം. പുണ്യകർമ്മങ്ങളിൽ നിരതനും കാരുണ്യ കടലുമായ മൂഷിക രാജാവാണ് ഇദ്ദേഹം. ഹിരണ്യകൻ എന്നാണ് പേര്. ഇദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കാൻ 1000 നാവുള്ള സർപ്പരാജാവിന് പോലും പ്രയാസമായിരിക്കും, സംശയമില്ല. തുടർന്ന് കാക്ക ചിത്രഗ്രീവൻ്റെ കഥകൾ പറഞ്ഞു കേൾപ്പിച്ചു. മന്ധരൻ ആദരവോടെ ഹിരണ്യകനെ പൂജിച്ച് സൽക്കരിച്ചിട്ട് പറഞ്ഞു, ഈ നിർജ്ജന വനത്തിൽ വരാനുണ്ടായ കാരണമെന്തെന്ന് പറയുമോ അങ്ങ്? പറയാം, കേട്ടാലും. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ 4ാം കഥ, ഹിരണ്യകൻ പറഞ്ഞ കഥ നമുക്ക് നാളെ ശ്രമിക്കാം. എല്ലാവർക്കും നന്ദി.